കുറച്ചു കാലമായി ഡൽഹി മദ്യനയ അഴിമതി കേസ് ഇങ്ങനെ പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവസാനം ഡൽഹിയിൽ ഭരണമാറ്റം സംഭവിച്ചു. ഇപ്പോഴും മദ്യനയ അഴിമതി കേസ് തന്നെയാണ് വിഷയം. കഴിഞ്ഞ ദിവസം ഡൽഹി മുഖ്യമന്ത്രി രേഖാ ഗുപ്ത ഡൽഹി മദ്യനയ അഴിമതിയുമായി ബന്ധപ്പെട്ട CAG റിപ്പോർട്ട് ഡൽഹി വിധാൻസഭയിൽ മേശപ്പുറത്ത് വെക്കുകയുണ്ടായി. അതിനെ ചൊല്ലിയുള്ള വിവാദങ്ങളാണ് ഇപ്പോൾ കൊടുമ്പിരി കൊള്ളുന്നത്. നമ്മൾ ഈ വിഷയം ഇൻസൈറ്റിൽ ചർച്ച ചെയ്യുകയാണ്. സ്വാഗതം. ഡൽഹി മദ്യനയ അഴിമതി കേസുമായി ബന്ധപ്പെട്ട CAG റിപ്പോർട്ട് ഇപ്പോൾ മേശപ്പുറത്ത് വെച്ചിരിക്കുകയാണ്. ആം ആദ്മി സർക്കാരിനെ വീണ്ടും പ്രതിരോധത്തിലാക്കുന്ന തരത്തിലുള്ള 202 കോടി രൂപയുടെ ഏതാണ്ട് നഷ്ടം വരെ കാണിക്കുന്ന ഓഡിറ്റ് റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. ഇത് ആം ആദ്മിയെ കൂടുതൽ പ്രതിരോധത്തിലേക്ക് നയിക്കുകയാണോ ചെയ്യുക, അതല്ല BJPയുടെ മറ്റൊരു രാഷ്ട്രീയ തന്ത്രമാണോ? അല്ല, ഇതിലൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഡൽഹിയിലെ മദ്യനയ അഴിമതി കേസിൻ്റെ പൊളിറ്റിക്കൽ ബെനിഫിറ്റ് ഓൾറെഡി BJP എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. അത് ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവർ എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. അതിനു മുമ്പ് അരവിന്ദ് കെജ്രിവാളിനെയും മനീഷ് സിസോദിയെയും സത്യേന്ദ്ര ജെയിനാണെന്ന് തോന്നുന്നു, സത്യേന്ദ്ര ജെയിനെയൊക്കെ അറസ്റ്റ് ചെയ്യുന്നത് ഈ മദ്യനയ അഴിമതി കേസുമായി ബന്ധപ്പെട്ടിട്ടാണ്. അതിൻ്റെ തുടർച്ചയിലാണ് ഈ പറയുന്ന BJP തിരിച്ചൊരു 27 വർഷത്തിന് ശേഷം അധികാരം. അപ്പോൾ അതിൻ്റെ പൊളിറ്റിക്കൽ ബെനിഫിറ്റ് അവിടെ എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ എന്തുകൊണ്ട് നമ്മളിത് ഡിസ്കസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു CAG റിപ്പോർട്ടാണ് എന്നുള്ളതുകൊണ്ടാണ്. CAG റിപ്പോർട്ട് വരുമ്പോൾ ആം ആദ്മി പാർട്ടി എത്രത്തോളം പ്രതിരോധത്തിലാകും എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ഡിസ്കഷൻ പോയിന്റ് എന്ന് എനിക്ക് തോന്നുന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ 2 CAG റിപ്പോർട്ടുകളുടെ ബലത്തിലാണ് ആം ആദ്മി പാർട്ടി എന്ന് പറയുന്നൊരു സംവിധാനം തന്നെ രാജ്യത്ത് നിലവിൽ വരുന്നത്. നമുക്ക് ഓർമ്മയുണ്ടാവും, ഈ 2012-2013 കാലത്ത് അണ്ണാ ഹസാരയുടെ നേതൃത്വത്തിൽ അണ്ണാ ഹസാരയുടെ ഉണ്ണാവ്രതം ഡൽഹിയിൽ നടക്കുന്നു. അതിൻ്റെ പിന്നണിയിൽ അരവിന്ദ് കെജ്രിവാൾ, കിരൺ ബേദി, അങ്ങനെ തുടങ്ങിയ കുറേ ആളുകൾ ഉണ്ടാവുന്നു. ഇവരവിടെ മറ്റ് ദേശീയ പതാക വീശിയും വന്ദേ മാതരം ആലപിച്ചുമൊക്കെ, അതായത് അഴിമതിക്കെതിരെ ഇന്ത്യ എന്നുള്ള മുദ്രാവാക്യവും ഈ ദേശീയ വികാരവുമായിട്ട് വലിയ വികാരമുണർത്തുന്ന കാഴ്ച നമ്മൾ കണ്ടു. അതിൻ്റെ ഇമ്മീഡിയറ്റ് ബെനിഫിറ്റ് എടുത്തത് BJP ആയിരുന്നു 2014. അപ്പോൾ ഇതിൻ്റെ ബേസ്, ഈ വികാരമുണർത്തലിൻ്റെ ബേസ് എന്ന് പറയുന്നത് 2 CAG റിപ്പോർട്ടുകളായിരുന്നു. വിനോദ് റായ് അധ്യക്ഷനായ CAGയുടെ 2 റിപ്പോർട്ടുകൾ, UPA സർക്കാരിനെതിരായിട്ടുള്ള 2 റിപ്പോർട്ടുകൾ. ഒന്ന് ടെലികോം, എല്ലാവർക്കും അറിയാവുന്ന, രണ്ടും എല്ലാവർക്കും അറിയാം, 2G സ്പെക്ട്രം അഴിമതി കേസെന്ന് നമ്മൾ വ്യവഹരിക്കുന്ന അതിനാധാരമായിട്ടുള്ളൊരു CAG റിപ്പോർട്ട്. നിങ്ങളിത് ഫസ്റ്റ് കം ഫസ്റ്റ് സർവ്, അതായത് 2G സ്പെക്ട്രം ലൈസൻസ് UPA സർക്കാർ ഫസ്റ്റ് കം ഫസ്റ്റ് സർവ് ബേസിസിൽ കൊടുത്തു. ഇതങ്ങനെയല്ല, ടെൻഡർ ചെയ്തിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് ഇത്ര കിട്ടുമായിരുന്നു. നിങ്ങൾ ഫസ്റ്റ് കം ഫസ്റ്റ് സർവ് ബേസിസിൽ കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് അത് കിട്ടിയില്ല. എന്താ പറയുക, ടെൻഡർ ചെയ്യായിരുന്നു, ലേലത്തിൽ വിളിക്കായിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഇത്ര കിട്ടുമായിരുന്നു. അപ്പോൾ ലേലത്തിൽ വിളിക്കാത്തതുകൊണ്ട് ഇത്രയും നഷ്ടമായി എന്ന് പറയുന്ന ഒരു റിപ്പോർട്ട്. രണ്ടാമത്തത് കോൾപ്പാടം ടെൻഡർ ചെയ്തതിനകത്തുള്ള പ്രശ്നങ്ങൾ, അതും ഇതേപോലെ തന്നെയാണ്. അത് നിങ്ങൾ ഇന്നത് ചെയ്യുമായിരുന്നുവെങ്കിൽ നിങ്ങൾ ഇത്ര കിട്ടുമായിരുന്നു, അതുകൊണ്ട് ഇത്ര നഷ്ടമായി എന്ന് പറയുന്ന 2 റിപ്പോർട്ട്. ഇത് രണ്ടും വലിയ തുകകളായിരുന്നു. ഒന്ന് 2G സ്പെക്ട്രത്തിൽ 1.75 ലക്ഷം കോടി രൂപയുടെ അഴിമതിയാണ്, നഷ്ടമാണ് ആക്ഷേപിക്കപ്പെട്ടത്. ഇതിനകത്ത് ഏതാണ്ട് 2 ലക്ഷം കോടിയുടെ നഷ്ടമാണ് കൽക്കരിയുടെ കാര്യത്തിൽ. അപ്പോൾ ഇതൊരു വലിയ അഴിമതിയായിട്ട് ചിത്രീകരിക്കുകയും നമ്മളൊക്കെ അങ്ങനെ തന്നെയാണ് അന്ന് വിശ്വസിച്ചിരുന്നത്. അപ്പോൾ ഇത് ചിത്രീകരിക്കുകയും ഇതിൻ്റെ പുറത്ത് ബിൽഡപ്പ് ചെയ്യുകയാണ് സത്യം പറഞ്ഞാൽ ഈ അരവിന്ദ് കെജ്രിവാൾ അടക്കമുള്ള സംഘം അന്ന് ചെയ്തത്. അണ്ണാ ഹസാരയെ കൊണ്ട് ഡൽഹിയിൽ ജന്തർ മന്ദറിൽ ഉണ്ണാവ്രതം വരുത്തി ദീർഘനാളായിട്ട് അദ്ദേഹം നിരാഹാര സത്യാഗ്രഹം ഇരിക്കുന്നു. അരവിന്ദ് കെജ്രിവാളിനെ പോലുള്ള ആളുകൾ അവിടെ നിരന്തരം പ്രസംഗിക്കുന്നു. അവിടെ മാത്രമല്ല, രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇതിനോട് അനുകൂലിക്കുന്ന ഗ്രൂപ്പുകൾ ഉണ്ടാവുന്നു. അപ്പോൾ ഇതൊരു വലിയ ഇഷ്യൂ ആയിട്ട് അതുവരെ BJPയും ഇതര പ്രതിപക്ഷ പാർട്ടികളൊക്കെ ഉന്നയിച്ചിരുന്ന വിഷയം തന്നെയാണത്. പക്ഷേ ഇതിനെ ഒരു അരാഷ്ട്രീയമായ സമൂഹത്തിൻ്റെ ഇഷ്യൂ ആക്കി കൊണ്ടുവരുന്നതിൽ വലിയ പങ്കുവഹിച്ചത് അരവിന്ദ് കെജ്രിവാൾ അടക്കമുള്ള സംഘമായിരുന്നു. അന്ന് തന്നെ അതിനെ വിമർശിച്ചിരുന്നു. ഈ ഒരു സെക്യുലർ ഡെമോക്രസിയെക്കുറിച്ച് കൺസേൺ ഉള്ള ആളുകൾ അന്ന് തന്നെ വിമർശിച്ചിരുന്നു. ഈ സംഘം BJPയുടെ ദൗത്യമാണ് നിർവഹിച്ചു കൊടുക്കുന്നത് എന്നുള്ള വിമർശനമൊന്നുണ്ടായിരുന്നു. അവരത് വളരെ സമർത്ഥമായിട്ട് ചെയ്തു. ആ CAG റിപ്പോർട്ടിനെ അധികരിച്ചുകൊണ്ട് രാജ്യം മുഴുവൻ നമ്മൾ ഇതുവരെ കാണാത്ത വിധത്തിലുള്ള വലിയ അഴിമതിക്ക് സാക്ഷ്യം വഹിച്ചിരിക്കുന്നു എന്നുള്ളൊരു നറേറ്റീവ് ഉണ്ടാക്കിയെടുക്കുന്നതിൽ അരവിന്ദ് കെജ്രിവാൾ അന്ന് വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. ഇപ്പോൾ
ഈ ഈ നേരത്തെ പറഞ്ഞല്ലോ, ഇപ്പോൾ നേരത്തെ തന്നെ ഇ ഡി അറസ്റ്റ് ചെയ്തു, ഇൻകം ടാക്സ് അറസ്റ്റ് ചെയ്തു, CBI അറസ്റ്റ് ചെയ്തു, ഇങ്ങനെ ഇൻകം ടാക്സ് അല്ല CBI, EDയും CBI അറസ്റ്റ് ചെയ്തു. അങ്ങനെ ഈ മദ്യനയ അഴിമതി എന്ന് പറയുന്ന സാധനം പൊളിറ്റിക്കലി BJP നേരത്തെ തന്നെ ഉപയോഗിച്ചു കഴിഞ്ഞാണ്. CAG റിപ്പോർട്ട് വരുമ്പോൾ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ AAPയും അരവിന്ദ് കെജ്രിവാളും എങ്ങനെ ഇതിനെ എതിർക്കും? കാരണം ഇതേ CAG റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രിസംപ്റ്റീവ് ലോസ്, അതായത് നിങ്ങൾ ഇന്നത് ചെയ്തില്ല അതുകൊണ്ട് ഇത്രയും നഷ്ടം ഉണ്ടായി എന്നുള്ള ആർഗ്യുമെൻ്റ് വെച്ചിട്ടാണ് ഈ 2G സ്പെക്ട്രം കേസും കൽക്കരി അഴിമതിയും അരവിന്ദ് കെജ്രിവാളും സംഘവും വലിയ തോതിൽ ഉന്നയിച്ചിരുന്നത് UPA സർക്കാരിനെതിരെ. മൻമോഹൻ സിംഗ് സർക്കാരിൻ്റെ നേതൃത്വത്തിലുള്ള 1ഉം 2ഉം UPA സർക്കാരുകൾക്കെതിരെ ഉന്നയിച്ചത് ഈ അഴിമതിയാണ്. അപ്പോൾ ഈ CAG റിപ്പോർട്ടാണ് പോന്നിരിക്കുന്നത്. ഈ CAG റിപ്പോർട്ടാണ് അരവിന്ദ് കെജ്രിവാളിൻ്റെ നേതൃത്വത്തിലുള്ള സർക്കാരിനെ കുറ്റപ്പെടുത്തുന്നത്. അത് കഴിഞ്ഞ സർക്കാരിനെയല്ല, അതിനു മുമ്പത്തെ സർക്കാരിനെയല്ല, 2013 45 ദിവസം അധികാരത്തിലിരുന്ന സർക്കാർ മുതൽ ഇങ്ങോട്ടുള്ള സർക്കാരുകളെയാണ് കുറ്റപ്പെടുന്നത്. അതിനെ എങ്ങനെ പ്രതിരോധിക്കും എന്നുള്ളതാണ് ഏറ്റവും കൗതുകകരമായിട്ടുള്ള കാര്യം. എങ്ങനെ ധാർമ്മികമായി അരവിന്ദ് കെജ്രിവാളിനും സംഘത്തിനും ഇതിനെ പ്രതിരോധിക്കാൻ പറ്റും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ഇതിൽ ഈ പ്രതിരോധത്തിന്റെ ഭാഗമായി ആം ആദ്മി വൃത്തങ്ങൾ പറയുന്ന കാര്യം, ഡൽഹി മദ്യനയത്തിൻ്റെ ഇത് പുതിയ പോളിസിയും പഴയ പോളിസിയും തമ്മിലുള്ള ഒരു വ്യത്യാസം അവിടെ ഉണ്ട്. പുതിയ പോളിസി നടപ്പിലാക്കിയിരുന്നുവെങ്കിൽ പുതിയ പോളിസി കൃത്യമായി നടപ്പിലാക്കിയിരുന്നുവെങ്കിൽ ഈ പറയപ്പെട്ട നഷ്ടങ്ങൾ ഉണ്ടാകുകയില്ലായിരുന്നു എന്ന് ഈ CAG റിപ്പോർട്ടിൻ്റെ ഭാഗമായി തന്നെ പറയുന്നുണ്ട്. ആ പുതിയ പോളിസി നടപ്പിലാക്കുന്നതിൽ ആം ആദ്മി സർക്കാർ പരാജയപ്പെട്ടു. അതിന് കാരണമായി ആം ആദ്മി എണ്ണുന്നത് BJP വൃത്തങ്ങളെ തന്നെയാണ്. കാരണം ഒന്ന്, ഡൽഹിയിൽ കാലങ്ങളായി നിലനിൽക്കുന്ന ലഫ്റ്റനന്റ് ഗവർണറും സംസ്ഥാന സർക്കാരും തമ്മിലുള്ള ഇഷ്യൂ, അതിൽ BJP കേന്ദ്ര സർക്കാർ നിയോഗിച്ച ലഫ്റ്റനന്റ് ഗവർണർ സംസ്ഥാന സർക്കാരിനെ നന്നായി തടസ്സങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതോടൊപ്പം ഈ പുതിയ പോളിസി നടപ്പിലാക്കുന്നതിനെ തടയാൻ EDയുടെ അറസ്റ്റ്, CBIയുടെ അറസ്റ്റ് ഒക്കെ കാരണമായിട്ടുണ്ട്. ഇങ്ങനെ ഒരു വ്യത്യാസം ഈ സാഹചര്യം ആം ആദ്മിയുടെ സാഹചര്യത്തിൽ ഇപ്പോൾ ഡൽഹിയിലുണ്ട്. അതാണ് ആം ആദ്മിക്കാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അല്ല, അവർക്ക് അങ്ങനെ ന്യായീകരിക്കാം, അതിൽ തർക്കമൊന്നുമില്ല, അതിൽ സംശയമൊന്നുമില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ UPA സർക്കാർ ഭരിക്കുന്ന കാലഘട്ടത്തെ പോലെ ആയിരുന്നില്ല ഡൽഹിയിലെ ആം ആദ്മി പാർട്ടി സർക്കാരിൻ്റെ കാലം. 2013 കഴിഞ്ഞ് 2014 രണ്ടാമത് അധികാരത്തിൽ വന്നത് BJP കേന്ദ്രഭരണം നേടിയതിന് ശേഷമാണ് 2014 അരവിന്ദ് കെജ്രിവാൾ ആദ്യമായിട്ട് പൂർണ്ണ ഭൂരിപക്ഷത്തോടെ അധികാരത്തിൽ വന്നത്. ആ ഹാൻഡിക്യാപ്പ് അവിടെ ഉണ്ട്, അത് സത്യമാണ്, അതിൽ തർക്കമൊന്നുമില്ല, അതിൽ പ്രശ്നമൊന്നുമില്ല, അതിൽ തർക്കമില്ല. ആ BJP അവരുടെ ഏജൻസികളെ വളരെ ഭംഗിയായിട്ട് ഉപയോഗിച്ചിട്ടുമുണ്ട്. ഇതൊക്കെ അവിടെ നടന്നു കഴിഞ്ഞു. ഇപ്പോൾ CAG റിപ്പോർട്ട് വരുമ്പോൾ എന്താ സംഭവിക്കുന്നത്? CAG റിപ്പോർട്ടിന് വരുന്നതിന് മുമ്പേ തന്നെ ഈ പറയുന്ന പണിയൊക്കെ അവിടെ നടന്നു കഴിഞ്ഞിട്ടുണ്ട്. എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിനെ ഉപയോഗിച്ചിട്ടുണ്ട്, CBI ഉപയോഗിച്ചിട്ടുണ്ട്, കേസ് എടുത്തിട്ടുണ്ട്, അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ പണിയൊക്കെ അവിടെ കഴിഞ്ഞു. ഇതും CAG റിപ്പോർട്ടുമായിട്ട് ബന്ധമില്ല. CAG എന്താ ചൂണ്ടിക്കാണിക്കുന്നത്? CAG ഇതിനെ ഓഡിറ്റ് ചെയ്യുന്നു, അതിൻ്റെ റിപ്പോർട്ട് അവിടെ വയ്ക്കുന്നു. ബാക്കിയൊക്കെ ഇൻ ബിറ്റ്വീൻ നടന്ന കാര്യങ്ങളാണ്. ഞങ്ങൾക്ക് ഇന്ന തടസ്സം ഉണ്ടായി, അതുകൊണ്ട് ഞങ്ങൾക്കിത് ചെയ്യാൻ പറ്റില്ല എന്ന് ഇപ്പോൾ ആർഗ്യൂ ചെയ്തിട്ട് കാര്യമില്ല. അതിപ്പോൾ ഈ 2G സ്പെക്ട്രത്തിൻ്റെ കാര്യത്തിൽ UPA സർക്കാരിനും ഇതേ ആർഗ്യുമെൻറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു. കേസ് പോയി, ഞങ്ങൾക്ക് അതുകൊണ്ട് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ എന്താ പറയുക, നേരത്തെ ഉണ്ടായിരുന്ന നയമാണ്, അതുകൊണ്ട് ഞങ്ങൾ അത് തന്നെ പിന്തുടർന്നു. ഇങ്ങനെയുള്ള ഒരുപാട് ന്യായങ്ങൾ UPA സർക്കാരിനുണ്ടായിരുന്നു. എല്ലാം ലോജിക്കലുമായിരുന്നു. ഇതേ ന്യായങ്ങളാണ് ഇപ്പോൾ ഏതാണ്ട് ഈ പറയുന്ന ഡൽഹി സർക്കാരിൻ്റെ ഭാഗമായിരുന്ന AAPക്കാർ ഉന്നയിക്കുന്നത്. ഒറ്റ വ്യത്യാസമേ ഉള്ളൂ. ഒന്ന്, അത് സംസ്ഥാന സർക്കാരാണ്, കേന്ദ്രത്തിൽ BJP അധികാരത്തിലിരുന്നു, അവർ അവരുടെ അധികാരത്തെ ഉപയോഗിച്ചോ ഇല്ലയോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. അത്ര മാത്രമേ ഉള്ളൂ, വേറൊന്നുമില്ല. പക്ഷേ CAG റിപ്പോർട്ട് അവിടെ രേഖയായിട്ട് നിൽക്കുകയാണ്. ആ CAG റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്ന കാര്യങ്ങളൊക്കെ ഏതാണ്ട് 2G സ്പെക്ട്രം കേസിലോ കൽക്കരി കേസിലോ UPA സർക്കാരിനെതിരെ ചൂണ്ടിക്കാണിച്ച അതേ കാര്യങ്ങൾ തന്നെയാണ്. ഇപ്പോൾ പറഞ്ഞല്ലോ, ഈ പുതിയ നയം നടപ്പാക്കാൻ കഴിഞ്ഞില്ല, അത് അഴിമതി ആരോപണം വന്നു, അതുപോലെ കേന്ദ്രം ഇടപെട്ടു, കേന്ദ്രം എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിനെ കൊണ്ട് അന്വേഷിപ്പിച്ചു, CBI കൊണ്ട് അന്വേഷിപ്പിച്ചു, അവർ അറസ്റ്റ് ചെയ്തു, അതുകൊണ്ട് പുതിയ നയം നടപ്പാക്കാൻ പറ്റില്ല. ശരി, സമ്മതിക്കുന്നു. CAG അത് മാത്രമല്ല പറയുന്നത്. CAG പറയുന്നത് 2013 അരവിന്ദ് കെജ്രിവാൾ അധികാരമേറ്റ കാലം മുതലുള്ള നയത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഇപ്പോൾ 2017 മുതൽ 2021 വരെയുള്ള മദ്യനയത്തെക്കുറിച്ച് CAG പറയുന്നുണ്ട്. ആ കാലത്ത് ED ഇല്ല, CBI ഇല്ല, അന്വേഷണമില്ല, ഒരു പ്രശ്നമില്ല. ആ കാലത്തെക്കുറിച്ച് ഈ CAG പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ലൈസൻസ് എടുത്ത കമ്പനികൾ അല്ലെങ്കിൽ സ്ഥാപനങ്ങൾ, ഇവരുടെ ധനകാര്യ സ്ഥിതിയെക്കുറിച്ച് അന്വേഷിച്ചില്ല, അവർ കൊടുത്ത സോൾവൻസിയെക്കുറിച്ച് അന്വേഷിച്ചില്ല, അവരിലേതെങ്കിലും ആ കമ്പനി നടത്തുന്ന ആരെങ്കിലും ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെട്ടിട്ടുണ്ട ആളുകളാണോ അല്ലയോ എന്ന് അന്വേഷിച്ചില്ല. അതുപോലെ
ഒരേ ഡയറക്ടർമാരാണോ രണ്ട് കമ്പനികൾക്കുള്ളത്? അത് ലൈസൻസിന് അപേക്ഷിച്ച പല കമ്പനികളുണ്ടാവില്ല. ഈ പല കമ്പനികളുടെയും ഡയറക്ടർമാർ ഒരേ ആളുകളാണ്. ഇതേക്കുറിച്ച് അന്വേഷിച്ചില്ല. ഇതൊന്നും അന്വേഷിക്കാതെയാണ് 2017 മുതൽ 2021 വരെയുള്ള കാലത്ത് ചില്ലറ വിൽപ്പനശാലകൾ നടത്താനുള്ള ലൈസൻസ് കൊടുത്തത്. ഇത് ക്രമവിരുദ്ധമാണ് എന്ന് CAG ചൂണ്ടിക്കാണിക്കുന്നത്. ഇതിനെങ്ങനെയാണ് ആപ്പ് ഡിഫെൻഡ് ചെയ്യുക? ഇതാണ് എൻ്റെ ക്വസ്റ്റ്യൻ. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതേ കാര്യം തന്നെയാണ് 2G സ്പെക്ട്രത്തിലും സംഭവിക്കുന്നത്. 2G സ്പെക്ട്രത്തിൽ എന്താ, നിങ്ങൾക്ക് നിലവിൽ ടെലികോം മേഖലയിൽ സർവീസ് നടത്താനുള്ള ലൈസൻസ് ഉള്ളവരാണെങ്കിൽ 2G സ്പെക്ട്രം ലൈസൻസിന് അപേക്ഷിക്കരുത് എന്നുള്ള വ്യവസ്ഥ അവിടെ ഉണ്ടായിരുന്നു. ഇതേ സെയിം കണ്ടീഷൻസ് തന്നെയാണെന്ന് ഞാൻ പറയുന്നത്. ആ വ്യവസ്ഥ അവിടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അനിൽ അംബാനിയുടെ കമ്പനി എന്താ ചെയ്തത്? അനിൽ അംബാനിയുടെ കമ്പനി ചെയ്തത്, അവർക്ക് ലൈസൻസ് ഉണ്ടായിരുന്നു. ആർകോം എന്നോ മറ്റോ പേരിൽ ഒരു കമ്പനി അവരുടെ പേരിലുണ്ടായിരുന്നു. അവർ ടെലികോം സർവീസ് നടത്തിക്കൊണ്ടിരുന്നു. അവർക്ക് നേരിട്ട് ഇതിന് 2G സ്പെക്ട്രത്തിന് അപേക്ഷിക്കാൻ പറ്റില്ല. അവരെന്ത് ചെയ്തു? അവർ വേറൊരു കമ്പനി ഉണ്ടാക്കി. അതായത് അവരുടെ കയ്യിൽ നിന്ന് പണം എടുത്തു കൊടുത്തുകൊണ്ട് സ്പാൻ എന്നോ മറ്റോ പേരിലുള്ള ഒരു കമ്പനി ഉണ്ടാക്കിയിട്ട് അവർ ലൈസൻസ് നേടി. ഇതേ പണി തന്നെയാണ്. ഇവിടെ മദ്യ ലൈസൻസിന്, ചില്ലറ വിൽപ്പനയുടെ മദ്യ ലൈസൻസിന് അപേക്ഷിക്കുമ്പോൾ ഒരേ ഡയറക്ടർമാരാണോ അല്ലയോ എന്ന് പരിശോധിച്ചില്ല എന്നുള്ള അതേ കുറ്റം തന്നെയാണ് 2Gയിൽ അനിൽ അംബാനിയുടെ കമ്പനിയുടെ കാര്യത്തിൽ UPA സർക്കാരിനെതിരെ ഉണ്ടായത്. അപ്പോൾ ഇത് പരിശോധിക്കാനുള്ള ഉത്തരവാദിത്തം അരവിന്ദ് കെജ്രിവാളിൻ്റെ നേതൃത്വത്തിലുള്ള ആം ആദ്മി സർക്കാരിനായിരുന്നില്ലേ എന്നുള്ള ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ അവിടെ ഉണ്ട്. അപ്പോൾ ഈ പ്രശ്നം അവിടെ ഉണ്ട്. എന്താണോ ആം ആദ്മി പാർട്ടി നേരത്തെ അഴിമതിയാണ്, വലിയ ക്രമവിരുദ്ധമായ ഇടപാടാണ് എന്ന് UPA സർക്കാരിനെതിരെ ആക്ഷേപിച്ചത്, അത് ഈ പറയുന്ന EDയോ CBIയോ ഒക്കെ വരുന്നതിന് മുമ്പ് ആം ആദ്മി പാർട്ടി സർക്കാരിൻ്റെ അകത്ത് നടന്നു എന്നാണ് CAG പറയുന്നത്. അവിടെ എന്താണ് ആം ആദ്മി പാർട്ടിയുടെ മറുപടി? അത് മാത്രമല്ല, വേറൊരു പ്രോബ്ലം കൂടിയുണ്ട്. 2013 മുതൽ 2022 വരെയുള്ള, അതായത് ആം ആദ്മി അധികാരത്തിൽ വന്നതിന് ശേഷം 22 വരെയുള്ള കാര്യങ്ങൾ, മദ്യനയവുമായി ബന്ധപ്പെട്ട ഇഷ്യൂസ് CAG അവലോകനം ചെയ്തിട്ട്, ഞാൻ CAGയെ മുഴുവനായി ന്യായീകരിക്കല്ല, ഞാൻ ആം ആദ്മി പാർട്ടിയുടെ ആംഗിളിൽ മാത്രമാണ് CAGയെ കാണുന്നത്. CAG എന്ന് പറയുന്നത് കംപ്ലീറ്റ് എന്താ പറയുക, ഇത് മുഴുവൻ CAG കണക്കുകൾ മാത്രം പരിശോധിക്കുന്ന ഏജൻസിയാണ്. അവർക്ക് സോഷ്യൽ റിയാലിറ്റി ആയിട്ട് യാതൊരു ബന്ധവുമില്ല. അതുകൊണ്ടാണ് ഈ CAGയുടെ റിപ്പോർട്ടുകളിലൊക്കെ ഈ പ്രശ്നം ഉണ്ടാകുന്നത്. പക്ഷേ ഞാൻ ആം ആദ്മി പാർട്ടിയുടെ ആംഗിളാണ് ഇത് പറയുന്നത്. CAG ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്. 2013 മുതൽ 2022 വരെയുള്ള ഈ മദ്യക്കുപ്പികളുടെ വിൽപ്പനയിൽ ഇതിൻ്റെ ഒരു ഈ ഹോളോഗ്രാം പതിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഏർപ്പാടുണ്ടായിരുന്നു. അതിനൊരു ഏജൻസി ഏൽപ്പിച്ചിരുന്നു. ആ ഏജൻസി ഹോളോഗ്രാം പതിപ്പിക്കാത്ത കുറേ ബോട്ടിലുകൾ ഇൻ ബിറ്റ്വീൻ വിറ്റുപോയി. അതുവഴി 23 കോടി രൂപയുടെ മറ്റോ നഷ്ടം ഉണ്ടായിട്ടുണ്ട്. അല്ലെങ്കിൽ ഹോളോഗ്രാം പതിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് ആ ഏജൻസിക്ക് 23 കോടി രൂപ മറ്റോ അധികം കൊടുത്തു. ഇതും സർക്കാരിന് നഷ്ടമാണ് എന്ന് CAG പറയുന്നത്. അവിടെ എന്തു പറയും ആം ആദ്മി പാർട്ടി? 2013 മുതൽ 2022 വരെയുള്ള കണക്കാണ്. അപ്പോൾ ഇതൊരു പ്രശ്നമാണ്. കാരണം എങ്ങനെയാണോ ആം ആദ്മി പാർട്ടി CAG റിപ്പോർട്ട് ഉപയോഗിച്ചുകൊണ്ട് UPA സർക്കാരിനെതിരെ വലിയ ക്യാമ്പയിൻ ഇന്ത്യയിൽ മൊത്തം പടുത്തുയർത്തിയത്, ആ ക്യാമ്പയിൻ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് 2014 നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഒരു സർക്കാർ അധികാരത്തിൽ വന്നത്, ഇതിന് ഈ CAG റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ അതങ്ങനെ നിൽക്കുമ്പോൾ ഈ CAG റിപ്പോർട്ടിനെ എങ്ങനെയാണ് ആം ആദ്മി പാർട്ടി തള്ളിക്കളയുക? അല്ലെങ്കിൽ ഈ CAG റിപ്പോർട്ടിനെ എങ്ങനെയാണ് ആം ആദ്മി പാർട്ടി വിലയിരുത്തുക? ഇതൊരു ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ്. ഈ CAG റിപ്പോർട്ടുകളെ ഇങ്ങനെ റിലേ ചെയ്യുന്ന ഒരു രീതി, ഇത് എന്തുകൊണ്ടായിരിക്കും ഇപ്പോൾ ഡൽഹി സർക്കാർ കൊണ്ടുവന്നിട്ടുണ്ടാകുക? കാരണം ഉത്തരാഖണ്ഡ് സംസ്ഥാന സർക്കാരിനെതിരെ ഇതുപോലൊരു CAG റിപ്പോർട്ട്, അതായത് ഫോറസ്റ്റ് ഫണ്ടുകൾ ഉപയോഗിച്ച് ലാപ്ടോപ്പുകൾ വാങ്ങുന്നത് അടക്കമുള്ള ചില വിഷയങ്ങളിൽ ഉത്തരാഖണ്ഡ് സർക്കാരിനെതിരെ CAG റിപ്പോർട്ടുണ്ട്. കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിക്കെതിരെ ദ്വാരക എക്സ്പ്രസ് വേ ആണെന്ന് തോന്നുന്നു, നിർമ്മാണവുമായി ബന്ധപ്പെട്ട അഴിമതി കാണിക്കുന്ന രൂപത്തിലുള്ള CAG റിപ്പോർട്ട് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിക്കെതിരെ ആരോപണം ഉണ്ടായിരുന്നു. അപ്പോഴൊന്നും ഇത് കാര്യത്തിലെടുക്കാതെ ഇപ്പോൾ ഇത് ഡൽഹിയിൽ കൊണ്ടുവരുന്നതിന് കൊണ്ട് BJP ഉദ്ദേശിക്കുന്നത്? BJPയുടെ അജണ്ട ഉണ്ട്, ഒരു തർക്കം അക്കാര്യത്തിലല്ല. ഈ CAG റിപ്പോർട്ടുകളുടെ ഒരു ചരിത്രം നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ, എന്തുകൊണ്ടാണ് UPA സർക്കാരിൻ്റെ കാലത്ത് ഈ 2 CAG റിപ്പോർട്ട് വലിയ ഇഷ്യൂ ആയത്? അന്ന് ഭരിച്ചുകൊണ്ടിരുന്ന UPA സർക്കാർ CAGയുടെ റിപ്പോർട്ട് വന്നപ്പോൾ ഇത് പാർലമെൻറ്റിൽ വയ്ക്കാൻ തയ്യാറായതുകൊണ്ടാണ്. 2G സ്കാം ആണെങ്കിലും കൽക്കരി ആണെങ്കിലും ആദർശവും പോണാണെങ്കിലും ഒക്കെ പുറത്തേക്ക് വരുന്നത് CAG റിപ്പോർട്ടുകളുടെ ബലത്തിലാണ്. അന്ന് ഭരിച്ചുകൊണ്ടിരുന്ന സർക്കാർ CAG ഇങ്ങനെ റിപ്പോർട്ട് വെച്ചിട്ടുണ്ട്, ഞങ്ങളിത് പാർലമെൻറ്റിൽ വയ്ക്കുന്നു എന്ന് പറയാനുള്ള ഒരു ജനാധിപത്യ മര്യാദ കാണിച്ചുകൊണ്ടാണ് അന്ന് ഈ റിപ്പോർട്ടൊക്കെ പുറത്തേക്ക് വന്നതും നാട്ടുകാരറിഞ്ഞതും. നമ്മൾ ഈ 2014 ശേഷമുള്ള
ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് ഒന്ന് എടുത്ത് നോക്കുക, എത്ര CAG റിപ്പോർട്ടുകൾ നമ്മളുടെ മുമ്പിലേക്ക് വന്നിട്ടുണ്ടെന്ന് നോക്കിയാൽ മതി. ഇതിനൊരു സ്റ്റാറ്റിസ്റ്റിക്സ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പാണ് തോന്നുന്നത് ദ വയർ പ്രസിദ്ധീകരിച്ചിരുന്നു. അതായത് 2000-ന് ശേഷം എസ്പെഷ്യലി 2004 മുതൽ 2014 വരെ CAG എത്ര റിപ്പോർട്ടുകൾ പ്രസിദ്ധീകരിച്ചു, 2014-ന് ശേഷം ഇത്ര കാലത്തിനിടെ എത്ര, വളരെ കുറവാണ്. CAG റിപ്പോർട്ടുകൾ വളരെ കുറവ്. ചില മന്ത്രാലയങ്ങളെക്കുറിച്ചുള്ള CAG റിപ്പോർട്ടുകളൊന്നും അടുത്ത കാലത്തൊന്നും CAG സബ്മിറ്റ് ചെയ്തിട്ടില്ല, അത് പാർലമെൻറ്റിൽ വെച്ചിട്ടില്ല. അത് BJPയുടെ ഒരു തന്ത്രമാണ്. ഇത് ക്വസ്റ്റ്യൻ ചെയ്യാൻ പ്രതിപക്ഷത്തിന് സാധിക്കുന്നില്ല എന്നുള്ളൊരു പ്രോബ്ലം അവിടെയുണ്ട്. ഇപ്പം അത് ഉപയോഗിക്കുന്നത് ആം ആദ്മി പാർട്ടിയെ കുടുക്കിലാക്കാൻ തന്നെയാണ്. കാരണം വെച്ചാൽ രേഖാ ശർമ്മ അധികാരത്തിലേക്ക് വരുമ്പോൾ ഇത് ആം ആദ്മി പാർട്ടിക്ക് ഇത് ടേബിൾ ചെയ്യായിരുന്നു. അതെനിക്കറിയില്ല, ആം ആദ്മി പാർട്ടി അധികാരത്തിലിരിക്കുമ്പോഴാണോ ഇത് CAG സബ്മിറ്റ് ചെയ്തോന്ന് എനിക്കറിയില്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ അവർക്ക് ടേബിൾ ചെയ്യായിരുന്നു. ഇത് രേഖാ ശർമ്മ വിമർശനമാണ് ആം ആദ്മിക്കെതിരെ. അവർ ഇത് ടേബിൾ ചെയ്തില്ല എന്നുള്ളൊരു പ്രശ്നമാണ്. കാരണം അവരുടെ മുമ്പിലേക്ക് റിപ്പോർട്ട് വന്നിരുന്നു, അവർക്കിത് ടേബിൾ ചെയ്യായിരുന്നു. UPA സർക്കാർ അത് ടേബിൾ ചെയ്തു, ആം ആദ്മി പാർട്ടി അതുപോലും ചെയ്തില്ല. പിന്നെ എന്ത് ജനാധിപത്യ മര്യാദയാണ് UPA അപേക്ഷിച്ച് ആം ആദ്മി പാർട്ടിക്കുള്ളത്? അരവിന്ദ് കെജ്രിവാൾ എന്താ പറഞ്ഞത്? ഭയങ്കര ജനാധിപത്യ ബോധം, അഴിമതിക്കെതിരായിട്ട് നിലപാട്, ട്രാൻസ്പെറൻസി, ഇതൊക്കെയാണല്ലോ പറഞ്ഞത്. അന്ന് അവർ ടേബിൾ ചെയ്യുകയാണെങ്കിൽ കൃത്യമായ ഒരു UPA സർക്കാർ ഇത് ടേബിൾ ചെയ്തുകൊണ്ടാണല്ലോ ഇത്. അതായത് രണ്ടാം UPA സർക്കാർ ഈ 2 CAG റിപ്പോർട്ടുകളും ടേബിൾ ചെയ്യുമെങ്കിലും ചെയ്തല്ലോ. ആം ആദ്മി പാർട്ടി അതുപോലും ചെയ്തില്ല. രേഖാ ശർമ്മ അധികാരത്തിൽ വരുമ്പോൾ അവരുടെ മുമ്പിൽ വളരെ എളുപ്പത്തിൽ ഉപയോഗിക്കാൻ പറ്റുന്നൊരു ടൂളാണ് ഇരിക്കുന്നത്, അവരത് ഉപയോഗിക്കുന്നു, അത്രയേ ഉള്ളൂ. അപ്പോൾ അത് BJPക്ക് എന്തെങ്കിലും തരത്തിലുള്ള അഴിമതി വിരുദ്ധ നിലപാടുണ്ടായതുകൊണ്ടോ, അല്ലെങ്കിൽ എല്ലാം വൃത്തിയായി നടക്കണം എന്നുള്ള തോന്നലുണ്ടായതുകൊണ്ടോ ഒന്നുമില്ല. എതിരാളിക്കെതിരെ ഉപയോഗിക്കാനുള്ള ഒരു ആയുധം കിട്ടിയുണ്ട്, അത് ഉപയോഗിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് അവർ പലതും മറച്ചു വയ്ക്കുന്നത്. ഇപ്പോൾ ഉത്തരാഖണ്ഡിലെ കാര്യം പറഞ്ഞു, ഇതിനു മുമ്പ് റഫാൽ കേസിലെ CAG റിപ്പോർട്ട് വന്നു. റഫാൽ കേസിലെ CAG റിപ്പോർട്ട് വരുമ്പോൾ റഫാൽ ഫ്രാൻസിൽ പോയിട്ട് ആ കമ്പനിയുമായിട്ട് ധാരണ ഉണ്ടാക്കുന്നതിന് തൊട്ട് മുമ്പ് 12-13 ദിവസം മുമ്പാണ് അനിൽ അംബാനിയുടെ കമ്പനി രൂപീകരിച്ചിട്ട് ഒരു ജോയിൻറ്റ് വെഞ്ചർ ഫ്രാൻസ് കമ്പനിയായിട്ട് ഉണ്ടാക്കുന്നതെന്നുള്ള വിവരങ്ങളൊക്കെ ആ റിപ്പോർട്ടിലുണ്ട്. സമാനമായിട്ടുള്ള സംഗതിയാണ് അനിൽ അംബാനി UPA സർക്കാരിൻ്റെ കാലത്ത് 2G സ്പെക്ട്രത്തിൻ്റെ കാര്യത്തിൽ ഉണ്ടാക്കിയത്. 2G സ്പെക്ട്രത്തിൻ്റെ കാര്യത്തിലുണ്ടാക്കിയതുപോലുള്ളൊരു കോലാഹലം ഈ റഫാൽ കേസിൻ്റെ കാര്യത്തിൽ ഇവിടെ ഉണ്ടായോ? മീഡിയാസ് അത് ടേക്കപ്പ് ചെയ്തില്ല, അത് വേറൊരു പ്രശ്നം. പ്രതിപക്ഷത്തിന് അത് ടേക്കപ്പ് ചെയ്യാനുള്ള ധൈര്യം ഉണ്ടായില്ല. അതുകൊണ്ട് ഈ CAG റിപ്പോർട്ടുകൾ എന്ന് പറയുന്നത് നമുക്ക് രാഷ്ട്രീയ താല്പര്യങ്ങൾക്കനുസരിച്ച് ഉപയോഗിക്കാൻ പാകത്തിനുള്ളൊരു ടൂളായിട്ട് അവസാനിക്കുകയാണ് സത്യം പറഞ്ഞാൽ ചെയ്യുന്നത്. അത് ആരെ എപ്പോൾ സമർത്ഥമായിട്ട് ഉപയോഗിക്കുന്നു എന്നുള്ള കാര്യം മാത്രമേ ഉള്ളൂ. BJPക്ക് ഇപ്പോൾ അവസരമുണ്ട്, BJPയുടെ മുമ്പിൽ നല്ല ആയുധമാണ്, അവരത് ഉപയോഗിക്കുന്നു, അത്രേ ഉള്ളൂ. അതിനപ്പുറം അതിനൊരു BJP എന്തോ വലിയ കാര്യം ചെയ്യുന്നു എന്ന് തോന്നേണ്ട ഒരു കാര്യമില്ല. അവരുടെ പൊളിറ്റിക്കൽ ആയുധം അവരിത് നേരത്തെ ഉപയോഗിച്ചു കഴിഞ്ഞാണ്. കാരണം അരവിന്ദ് കെജ്രിവാളിനെയും സത്യേന്ദ്ര ജെയിനെയും മനീഷ് സിസോദിയെയും അറസ്റ്റ് ചെയ്തുകൊണ്ട് മദ്യനയം എന്ന് പറയുന്നത് വലിയെന്തോ അഴിമതിയാണ് എന്ന് പറഞ്ഞിട്ട് അവരിത് ഉപയോഗിച്ചു കഴിഞ്ഞാൽ, നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. ഒരു മദ്യനയം പ്രഖ്യാപിക്കുന്നു, അതിൻ്റെ ഭാഗമായിട്ട് അത് നടപ്പാക്കാൻ ശ്രമിക്കുന്നു, അപ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ടൊരു അഴിമതി ആരോപണം വരുന്നു, ഉടൻ തന്നെ നമ്മളത് സ്ക്രാപ്പ് ചെയ്യുന്നു. അതായത് ഞങ്ങളിത് നടപ്പാക്കുന്നില്ല, അഴിമതി ആരോപണം ഉണ്ടെങ്കിൽ ഞങ്ങളിത് നടപ്പാക്കുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കുക. അത് നടപ്പാക്കുകയാണെങ്കിൽ അഴിമതിയുള്ളൂ, ഞങ്ങൾ നടപ്പാക്കുന്നില്ല, ഞങ്ങൾ സ്ക്രാപ്പ് ചെയ്യാണ് എന്ന് പറയുകയാണ്. അത് പറഞ്ഞൊരു സർക്കാരിൻ്റെ കാര്യത്തിലാണ് നമ്മൾ ഈ BJP ആക്ഷേപം ഉന്നയിക്കുന്നത്. അപ്പോൾ ഈ പ്രശ്നം അവിടെ ഉണ്ട്. പിന്നെ ഞാൻ ചോദിക്കുന്നത്, ആം ആദ്മി പാർട്ടിക്ക് എന്ത് ധാർമ്മികമായ അവകാശമുണ്ട്? ഈ 2014 മുതലുള്ള സിറ്റുവേഷനിൽ ഞാൻ പറയുന്നത്, 2012 CAG റിപ്പോർട്ടിനെ അടിസ്ഥാനമാക്കിക്കൊണ്ട് ഇവർക്കെതിരെ UPA സർക്കാരിനെതിരെ വലിയ കോലാഹലം രാജ്യം മുഴുവൻ ഉണ്ടാക്കിയതിൻ്റെ ഭാഗമായിട്ട് രൂപപ്പെട്ട ആം ആദ്മി പാർട്ടിയാണ് ഇപ്പോൾ CAG റിപ്പോർട്ടിനെതിരെ രംഗത്ത് വരുന്നത്. അവർക്ക് എങ്ങനെ CAG റിപ്പോർട്ടിനെ എതിർക്കാൻ പറ്റും? ഇതാണ് ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. ഇപ്പോൾ ഡൽഹിയിൽ ആം ആദ്മി പ്രതിപക്ഷത്തിരിക്കുകയാണ്. ഈ സമയത്താണ് മദ്യനയ അഴിമതിയുമായി ബന്ധപ്പെട്ട CAG റിപ്പോർട്ട് വരുന്നത്. ഇന്ന് അവരുടെ ഹെൽത്ത് റിലേറ്റഡ് CAG റിപ്പോർട്ട് വരാനിരിക്കുകയാണ്. വരുന്ന മാസങ്ങളിലായിട്ട് 14ഓളം CAG റിപ്പോർട്ടുകൾ ടേബിളിൽ വെക്കാനിരിക്കുകയാണ് എന്നാണ് വിവരങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ആൾറെഡി ഭരണമില്ല. ഈ അഴിമതിയുടെ പേരിൽ മുതിർന്ന നേതാക്കൾ വരെ ജയിലിൽ പോയി കഴിഞ്ഞു. CAG റിപ്പോർട്ടുകൾ എല്ലാം എതിരായി വന്നുകൊണ്ടിരിക്കുന്നു. ആം ആദ്മിയുടെ ഒരു ഭാവി എന്തായിരിക്കും? അല്ല, ഭാവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരിതിനെങ്ങനെ പൊളിറ്റിക്കലി ഫൈറ്റ് ചെയ്യുന്നു എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും. പൊളിറ്റിക്കലി ഫൈറ്റ് ചെയ്യാനുള്ള ഒരു ധാർമ്മികമായ പ്രശ്നമാണ് ഞാനിത് പറയുന്നത്. ഇപ്പോൾ മദ്യനയത്തിൽ തന്നെ അവർ പറയുന്നത് ഇത് പോളിസി ഡിസിഷനാണ് എന്നുള്ളതാണ് അവർ പറയുന്നത്. മദ്യനയം എന്തായിരിക്കണം എന്നുള്ളതൊരു പോളിസി ഡിസിഷനാണ്. സർക്കാരിൻ്റെ പോളിസി ഡിസിഷൻ ജുഡീഷ്യൽ റിവ്യൂവിന്
പുറത്താണ് എന്നുള്ളൊരു ആർഗ്യുമെൻ്റ്. ഇതേ സെയിം ആർഗ്യുമെൻ്റാണ് 2Gയുടെ കാര്യത്തിലും അന്ന് സർക്കാർ പറഞ്ഞത്. പിന്നെ ഇപ്പോൾ പുതിയ മദ്യനയത്തിൻ്റെ കാര്യത്തിൽ മാത്രമേ പ്രോബ്ലം ഉള്ളൂ എന്ന് വേണമെങ്കിൽ അവർക്ക് ആർഗ്യൂ ചെയ്യാം. മറ്റേ CAG 2013 മുതലുള്ള മദ്യനയത്തെക്കുറിച്ച് പറഞ്ഞു. ആ മദ്യനയം ഞങ്ങൾ ഉണ്ടാക്കിയതല്ല, അത് മുൻകാല സർക്കാരുകൾ ഉണ്ടാക്കിയതാണെന്ന് വേണമെങ്കിൽ ആപ്പിന് ആർഗ്യൂ ചെയ്യാം. പക്ഷേ അവിടെയും ഈ പ്രശ്നമുണ്ട്. കാരണം UPA സർക്കാരും ഇതേ കാര്യം പറഞ്ഞിരുന്നു. 2G സ്പെക്ട്രം ലൈസൻസ് കൊടുക്കുമ്പോൾ ഈ പോളിസി, അതായത് ആദ്യം വന്നവർക്ക് ആദ്യം ലൈസൻസ് കൊടുക്കുക എന്നുള്ള പോളിസി ഞങ്ങളുടെ പോളിസി അല്ല. വാജ്പേയി 1999 മുതൽ 2004 വരെ അധികാരത്തിൽ നിന്ന് പ്രമോദ് മഹാജൻ ടെലികമ്മ്യൂണിക്കേഷൻ മന്ത്രിയായിരുന്ന സർക്കാരിൻ്റെ കാലത്തുണ്ടാക്കിയ പോളിസിയാണ് ഫസ്റ്റ് കം ഫസ്റ്റ് സർവ് ബേസിസ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങളിത് കൊടുത്തത്, അല്ലാതെ ഞങ്ങളുടെ നയമല്ല എന്ന് അന്ന് UPA അത് ആം ആദ്മി പാർട്ടിയും അരവിന്ദ് കെജ്രിവാൾ അംഗീകരിച്ചിരുന്നില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അവർക്ക് ഞങ്ങളുടെ നയമല്ല ഇപ്പോൾ വിമർശിക്കപ്പെടുന്നതെന്ന് പറയാനുള്ള ധാർമ്മികമായ അവസരം നഷ്ടപ്പെടും. ഓരോ സംഗതിയിലും ഈ പ്രശ്നമുണ്ട്. അവരുടെ ധാർമ്മികമായ അധികാരം ഈ ഓരോ കാര്യത്തിലും ചോദ്യം എന്നുള്ളത് ഡെഫിനറ്റാണ്. പക്ഷേ ഇതിനൊരു മറുവശമുണ്ട്. കാരണം ഇപ്പോൾ ഈ CAG റിപ്പോർട്ടിൽ ഒരു കാര്യം പറയുന്നുണ്ട്. ഈ പുതിയ മദ്യനയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഔട്ട്ലെറ്റുകൾ തുടങ്ങാൻ തീരുമാനിച്ചപ്പോൾ അതിന് പാകത്തിനുള്ള സ്ഥലം ലഭ്യമല്ല, അല്ലെങ്കിൽ നാട്ടുകാരുടെ ലാൻഡ് യൂസ് അനുസരിച്ച്, അവിടെ ഡൽഹിയിലൊക്കെ കേരളത്തിലെ പോലെയല്ലല്ലോ, ഏത് ഭൂമി ഏത് ആവശ്യത്തിന് ഉപയോഗിക്കണം എന്ന് നിജപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ ലാൻഡ് യൂസ് ബോർഡിൻ്റെ അംഗീകാരം കിട്ടണം. അംഗീകാരം കിട്ടാത്തതുകൊണ്ട് ചില പ്രദേശങ്ങളിൽ ഈ മദ്യശാലകൾ കൊടുത്തില്ല. അപ്പോൾ അത് കൊടുക്കാത്തതുകൊണ്ട് ഈ ലൈസൻസ് എടുത്ത ആളുകൾ, ഇവിടെയൊക്കെ ഈ വാർഡുകളിലൊക്കെ ലൈസൻസ് കൊടുത്തിട്ടുണ്ട്, പക്ഷേ എവിടെ വേണം എന്ന് തീരുമാനിച്ചിട്ടില്ല. അപ്പോൾ ആ ലൈസൻസ് എടുത്ത ആളുകൾ തിരിച്ചു കൊടുത്തു, ഞങ്ങൾക്ക് ഇത് തുടങ്ങാൻ പറ്റുന്നില്ല എന്നുകൊണ്ട് തിരിച്ചു കൊടുത്തു. അത് റീടെൻഡർ ചെയ്തിരുന്നെങ്കിൽ ഇത്ര കോടി കിട്ടിയേനെ എന്ന് ഈ CAG ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതും നേരത്തെ ഞാൻ മറ്റേ 2G സ്പെക്ട്രം പറഞ്ഞ പോലെയാണ്. നിങ്ങളിത് ടെൻഡർ ചെയ്തിരുന്നെങ്കിൽ ഇത്ര കിട്ടുമായിരുന്നു, അത് നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് 2Gയുടെ അലിഗേഷൻ. അതുപോലെ തന്നെയാണ് ഇവിടെ പ്രൊജക്റ്റഡ് ലോസ്. അതെ, പ്രൊജക്റ്റഡ് ലോസ് ആണ്. നിങ്ങൾ റീടെൻഡർ ചെയ്തിരുന്നു എങ്കിൽ ഇത്ര കിട്ടുമായിരുന്നു, അത് കിട്ടിയില്ല, അതുകൊണ്ട് നഷ്ടം എന്നുള്ളതാണ്. അപ്പോൾ സർക്കാരിന് ന്യായമായിട്ടും വാദിക്കാം. അതായത് ഞങ്ങളുടെ മദ്യനയം എന്ന് പറയുന്നത് മദ്യോപഭോഗം കൂട്ടുക എന്നുള്ള ലക്ഷ്യത്തോടെ ആയിരുന്നില്ല. ഞങ്ങൾ മദ്യത്തിനുള്ള ലൈസൻസിന് ക്ഷണിച്ചു, ലാൻഡ് യൂസിനനുസരിച്ച് ഇതിൻ്റെ ലൊക്കേഷൻ കിട്ടാത്തതുകൊണ്ട് ഞങ്ങളത് കൊടുത്തില്ല. ഞങ്ങൾ ഒരിക്കലും ലാഭം ലക്ഷ്യമിട്ടോ അമിത ലാഭം ലക്ഷ്യമിട്ടിട്ടോ അല്ല ഈ മദ്യ പോളിസി ആവിഷ്കരിച്ചതെന്ന് വേണമെങ്കിൽ അവർക്ക് വാദിക്കാം. ഒരു പോയിന്റ്. രണ്ടാമത്തെ കാര്യം, ഇപ്പോൾ വരാൻ പോകുന്ന മൊഹല്ല ക്ലിനിക്കുകളെ കുറിച്ചുള്ള ഹെൽത്തിനെ കുറിച്ചുള്ള CAG റിപ്പോർട്ടാണ്. ഹെൽത്തിനെ കുറിച്ചുള്ള CAG റിപ്പോർട്ടിൽ ഒരുപക്ഷെ കുറച്ചും കൂടെ കാര്യക്ഷമമായിട്ട് ആം ആദ്മി പാർട്ടിക്ക് ഡിഫെൻഡ് ചെയ്യാൻ പറ്റിയേക്കും. കാരണം വേണ്ട സൗകര്യങ്ങൾ ഈ ക്ലിനിക്കുകൾക്ക് കൊടുത്തിട്ടില്ല, അവിടെ വേണ്ടത്ര ആളുകൾ ഉണ്ടായിരുന്നില്ല എന്നതടക്കമുള്ള പ്രശ്നങ്ങളായിരിക്കും ഒരുപക്ഷെ ആ റിപ്പോർട്ടിലുണ്ടാവുക. നേരത്തെ തന്നെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലൊക്കെ അത് വിഷയമായതാണ്. അവർക്കത് ഡിഫെൻഡ് ചെയ്യാൻ പറ്റും. കാരണം വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളിൽ ക്ലിനിക്ക് തുടങ്ങിയത് നാട്ടുകാർക്ക് സഹായം നൽകാൻ വേണ്ടിയിട്ടാണ്. ഇതുവരെ ഇത്തരം ഹെൽത്ത് സെക്ടറുമായി ബന്ധപ്പെട്ട വലിയ ക്ലിനിക്കുകളെയൊന്നും ആശ്രയിക്കാൻ കഴിയാത്ത മനുഷ്യർക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ ക്ലിനിക്ക് തുടങ്ങിയത്. അപ്പോൾ അതിലേക്ക് വേണ്ടത്ര ആളുകളെ കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും ഞങ്ങൾ കഴിയാവുന്ന സേവനം നൽകാൻ ശ്രമിച്ചിട്ടുണ്ട്. അതിൻ്റെ പാപഭാരം ഞങ്ങൾ ഏറ്റെടുക്കാൻ തയ്യാറാണ് എന്ന് വേണമെങ്കിൽ ആർജവത്തോടെ പറയാൻ അവർക്ക് സാധിക്കും. അതുകൊണ്ട് പൊളിറ്റിക്കലി ഇത് വലിയ പ്രശ്നമൊന്നും ആവും എന്നെനിക്ക് തോന്നുന്നില്ല. അപ്പോൾ UPA സർക്കാരിനുണ്ടായ പോലെ ഉള്ളൊരു പ്രോബ്ലം ആം ആദ്മി പാർട്ടിക്ക് ഒരുപക്ഷെ ഉണ്ടാവില്ല. കാരണം വെച്ചാൽ നമ്മളുടെ ഒരു 10 വർഷത്തിന് ശേഷം നമ്മളാരും ആം ആദ്മി പാർട്ടി അന്ന് ചെയ്തത് ഇതാണ്, അതുകൊണ്ട് ഇന്ന് ഇവർക്ക് ഇതിനെ ധാർമ്മികമായി വെല്ലുവിളിക്കാനുള്ള എന്താ പറയുക, ഒരു ധൈര്യമില്ല, അല്ലെങ്കിൽ ആ ധൈര്യം ഉണ്ടാവരുത് എന്ന് നമ്മൾ ആരും വിചാരിക്കുന്നില്ല, ആരും അത് ഓർക്കാനും പോകുന്നില്ല. ഒരു പക്ഷേ ഈ കുറ്റപ്പെടുത്തൽ, അതായത് നാട്ടുകാർക്ക് സൗകര്യം ചെയ്തു കൊടുക്കാൻ പാകത്തിൽ ചില തീരുമാനങ്ങൾ എടുത്തു എന്നതിൻ്റെ പേരിൽ അവർ നേരിടാൻ പോകുന്ന കുറ്റപ്പെടുത്തൽ താഴെത്തട്ടിൽ വരുന്ന ദിവസങ്ങളിലൊക്കെ താഴെത്തട്ടിൽ ഒരുപക്ഷെ ആം ആദ്മി പാർട്ടിക്ക് ഇപ്പോഴും അതിനുള്ള സ്ട്രെങ്ത് ഉണ്ട്, താഴെത്തട്ടിൽ അവർ ഉപയോഗിക്കാനുള്ള സാധ്യതയുണ്ട്. ആ നിലയ്ക്ക് അവർക്കതൊരു ഗുണമാകും എന്ന് പ്രതീക്ഷിക്കാം. പക്ഷെ അപ്പോഴും എൻ്റെ ക്വസ്റ്റ്യൻ ഇത്രയേ ഉള്ളൂ, ഏത് ധാർമ്മിക ബലത്തിലാണ് 2012 ഇവർ CAG റിപ്പോർട്ടിൻ്റെ ബലത്തിൽ പൊളിറ്റിക്കലി BJPക്ക് ഗുണമാകുന്ന വിധത്തിലുള്ളൊരു ക്യാമ്പയിൻ അവിടെ നടത്തിയിട്ടുണ്ട്. അതേ ക്യാമ്പയിൻ ഇപ്പോൾ BJP നടത്തുമ്പോൾ, അതേ രൂപത്തിൽ BJP CAG റിപ്പോർട്ടിനെ ഉപയോഗിക്കുമ്പോൾ എന്ത് ധാർമ്മിക ബലത്തിലാണ് ആം ആദ്മി പാർട്ടിയും അരവിന്ദ് കെജ്രിവാളും ഇതിനെ എതിർക്കുക എന്നുള്ളതാണ് ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. അതെ, CAG റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ രാജ്യത്തെ തന്നെ ഇളക്കിമറിച്ച 2G സ്പെക്ട്രം അടക്കമുള്ള അഴിമതി കേസുകളിൽ വലിയ ക്യാമ്പയിനായിരുന്നു ആം ആദ്മി
തുടക്കകാലത്ത് നടത്തിയിരുന്നത് ഇപ്പോൾ CAG റിപ്പോർട്ടുകൾ തന്നെ ആം ആദ്മിക്ക് വിനയായിക്കൊണ്ടിരിക്കുകയാണ്. എന്ത് ധാർമ്മിക ബലത്തിലാണ് ആം ആദ്മി ഇതിനെ പ്രതിരോധിക്കുക എന്ന് തന്നെയാണ് ചോദ്യം. ഈ ഇൻസൈറ്റ് ഇവിടെ അവസാനിക്കുന്നു. മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം.